മക്കളെ, ഇന്ന് നമുക്ക് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗയി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി സെ ബാത്ത് കിയെ ബഗേർ ഭാരത് മേ കുച്ച് നഹീ കിയാ ജാ സക്ത. മൗണ്ട് ബാറ്റൻ ने ऐसा ക്യോം സോച്ച ഹോഗ. ഗാന്ധിജിയുമായി സംസാരിക്കാതെ ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. മൗണ്ട് ബാറ്റൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണമെന്തായിരിക്കും? आंसर नोക്കാം. गांधी ने अहिंसा के जरिए भारत की आजादी के लिए लड़ा. लोगों में एकता पैदा करने में गांधी जी सफल हुए. भारत में गांधी जी का प्रभाव ऐसा था कि गांधी जी ने जो कहते वह भारतीय मान करेंगे. इसलिए माउंटबेटन ने ऐसा सोचा होगा. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഗാന്ധിജി അഹിംസയിലൂടെ പോരാടി. ജനങ്ങൾക്കിടയിൽ ഐക്യം സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ സ്വാധീനം എപ്രകാരം ഉണ്ടായിരുന്ന പറയുന്നത്, അദ്ദേഹം പറയുന്നത് എന്തും ഇന്ത്യക്കാർ സ്വീകരിക്കുന്നു. അത്രയ്ക്ക് സ്വാധീനമായിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മൗണ്ട് ബാറ്റൻ അങ്ങനെ ചിന്തിക്കാൻ കാരണം. രണ്ടാമത്തെ ചോദ്യം, मैं तो अपना नाश्ता साथ लाया हूँ. यहाँ गांधी जी के स्वभाव की कौन सी विशेषता व्यक्त होती है? ഞാൻ എൻ്റെ പ്രഭാത ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഗാന്ധിജിയുടെ സ്വഭാവത്തിൻ്റെ ഏത് വിശേഷതയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്? गांधी जी सरल जीवन चाहते थे. वे गरीबों के समान सादा गाना गाते थे. किसी अमीर आदमी की दावत वे कभी स्वीकार नहीं करते, क्योंकि वे अपने जीवन से दूसरों को मार्ग दिखाते थे. ഗാന്ധിജി ലളിതമായ ജീവിതം ആഗ്രഹിച്ചു. ദരിദ്രരെ പോലെ, സാധാരണ ആളുകളെ പോലെ തന്നെ ലളിതമായ ഭക്ഷണം കഴിച്ചു. മറ്റുള്ളവർക്ക് വഴി കാണിക്കാൻ തൻ്റെ ജീവിതം ഉപയോഗിക്കുന്നതിനാൽ അദ്ദേഹം ഒരിക്കലും ഒരു ധനികരിൽ നിന്നും ഭക്ഷണം സ്വീകരിച്ചിരുന്നില്ല. राजनीति में अक्सर कुछ बातें बगैर कहे भी कह दी जाती है. इसका मतलब क्या है? രാഷ്ട്രീയത്തിൽ ചില കാര്യങ്ങൾ പലപ്പോഴും പറയാതെ തന്നെ പറയപ്പെടുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. രാജനീതി में नेताओं के बीच बातों में भिन्नताएं होती है. वे बातें सीधा कहें तो कई समस्याएं आएगी या दोनों में द्वेष आएगा. इसलिए चतुर राजनीतिज्ञ कुछ बातें बगैर कहे भी कह दी जाती है, अर्थात वाक्य के अंदर दूसरा अर्थ होगा. രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. ഈ കാര്യങ്ങൾ നേരിട്ട് പറയുന്നത് പല പ്രശ്നങ്ങൾക്കും കാരണമാവാം, അല്ലെങ്കിൽ അവർക്കിടയിൽ ശത്രുതയ്ക്കും അത് കാരണമാകും. അതിനാൽ ബുദ്ധിമാനായ, ചതുർ പറഞ്ഞാല് സമർത്ഥരായിട്ടുള്ള രാഷ്ട്രീയക്കാർ ചില കാര്യങ്ങൾ പറയാതെ തന്നെ അറിയിക്കും. പറയാതെ തന്നെ അറിയിക്കും. അത് വളഞ്ഞ വഴിയിൽ പറയാം. ഇതിനർത്ഥം ആ വാക്യത്തിന് വ്യത്യസ്തമായ അർത്ഥമുണ്ടായിരിക്കും എന്നാണ് അർത്ഥം. നമ്മൾ പറയുന്നത് നേരായിട്ടുള്ള അർത്ഥമല്ല, അതിന് മറ്റൊരു വ്യത്യസ്തമായ അർത്ഥവും കൂടെ ഉണ്ടായിരിക്കും. അതിലൂടെയാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നേരിട്ട് പറയാറില്ല. നേരിട്ട് പറഞ്ഞാൽ എന്താണ്? അവർ തമ്മിൽ ശത്രുത ഉണ്ടാവും. അതുകൊണ്ട് മനസ്സിലാവുന്ന രീതിയിലാണ് രാഷ്ട്രീയത്തിൽ പറയുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ. गांधी जी की चाय पार्टी की तैयारियों के बारे में लेडी माउंटबेटन और लॉर्ड माउंटबेटन के बीच की संभावित बातचीत तैयार करें. ഇനി ഗാന്ധിജിയുടെ ചായ പാർട്ടിയുടെ തയ്യാറെടുപ്പിന്റെ സമയത്ത് ലേഡി മൗണ്ട്ബാറ്റൻ അതുപോലെ തന്നെ ലോർഡ് മൗണ്ട്ബാറ്റൻ തമ്മിലുള്ള ബാറ്റ്ചിത്താണ് തയ്യാറാക്കാനുള്ളത്. ലേഡി മൗണ്ട്ബാറ്റൻ, ജി ഗാന്ധിജി കിത്തനെ ബജെ ആയേഗെ? ഗാന്ധിജി എത്ര മണിക്കാണ് എത്തുക, എത്ര മണിക്ക് എത്തും എന്ന് ചോദിക്കുന്നു. സബേരെ ഹി ആയേഗെ. എന്താണ് ഉത്തരം പറയുന്നത്? രാവിലെ എത്തും. ക്യാ അബ് ജാനത്തെ ഹെ വേ ശാകാഹാരി ഹെ യാ മാംസാഹാരി? അദ്ദേഹം ശാകാഹാരിയാണോ, സസ്യഭുക്കാണോ, മാംസഭുക്കാണോ എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നു. വേ തോ ബ്രാഹ്മൺ ഹേ ശാകാഹാരി ഹി ഹോഗെ. അദ്ദേഹം ബ്രാഹ്മണനാണ്, അതുകൊണ്ട് എന്താണ് സസ്യഭുക്ക് തന്നെ ആയിരിക്കും.
വേ ചായ പിയേഗെ യാ ദൂത്, അദ്ദേഹം ചായ ആണോ പാലാണോ കുടിക്കുന്നത്? ദോനോ തയ്യാറാക്കരോ, ജോ ചാഹെങ്കെ പീലേങ്കെ, രണ്ടും തയ്യാറാക്കിക്കോളൂ, എന്താണോ ആഗ്രഹിക്കുന്നത് അത് കുടിക്കാം. രസോയിയേക്കാ ബ്രാഹ്മൺ ഹോന ജരൂരി ഹേ, അടുക്കളക്കാരനായിട്ട് ബ്രാഹ്മണൻ തന്നെ ആവശ്യമാണോ, അത്യാവശ്യമാണോ? ബ്രാഹ്മൺ കാഹി പ്രബന്ധ കരോ, ബ്രാഹ്മണനെ തന്നെ തയ്യാറാക്കിക്കോളൂ. അവരെ തന്നെ പ്രബന്ധക്കാരൻ പറഞ്ഞാല് തയ്യാറാക്കി നിർത്തുക എന്നുള്ള അർത്ഥം, ഏർപ്പെടുത്തുക എന്നൊക്കെയുള്ള അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, വൈസ്രോയ് ഭവൻ മേ മൗണ്ട് ബാറ്റൻ ഓർ ഗാന്ധിജിക്ക് ബീച്ച് കാ സംഭാവിത ബാച്ചിത്താണ്. വൈസ്രോയ് ഭവനിൽ എത്തിയതിനു ശേഷം ഗാന്ധിജിയും അതുപോലെ തന്നെ മൗണ്ട് ബാറ്റനും തമ്മിലുള്ള ബാച്ചിത്താണ് തയ്യാറാക്കുന്നത്. മൗണ്ട് ബാറ്റൻ നമസ്കാർ, ഗാന്ധിജി നമസ്കാരം പറയുന്നു. ബൈഠിയെ ഇരുന്നാലും, ഗാന്ധിജി ടീക്ക് ഹേ, ആപ്പ് കൈസേ ഹേ, നിങ്ങൾക്ക് സുഖമാണോ എന്നർത്ഥത്തിൽ ആപ്പ് കൈസേ ഹേ എന്ന് ചോദിക്കുന്നു. അപ്പം മുജേ സർദി ലഗ് രഹി ഹേ, കൂളർ ബന്ദ് കർ ദീജിയേ, എനിക്കിപ്പോൾ നന്നായിട്ട് തണുക്കുന്നുണ്ട്, കൂളർ ബന്ദാക്കിയാലും ഓഫാക്കിയാലോ. ഹാ ടീക്ക് ഹേ, ആപ്പ് ക്യോം ഉദാസ് ലഗ് രഹേ ഹേ, ശരി, നിങ്ങൾ എന്താണ് ഇങ്ങനെ ദുഃഖിതനായിട്ട് കാണുന്നത്? മേരി ഗഡി ചോരി ഹുയി, എൻ്റെ വാച്ച് കളഞ്ഞു പോയി. കബ്, എപ്പോൾ? റെയിൽഗാഡിയിൽ വെച്ചിട്ട്. പുരാനി ഇതിലേക്കിൻ മേരി പ്യാരി ഗഡി, ഇത് പഴയതായിരുന്നു പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാച്ചായിരുന്നു അത്. ഹം ഇസ്കെ ബാരെ മേ ജാഞ്ച് കരേ, നമുക്ക് അതിനെ കുറിച്ചിട്ട് അന്വേഷിക്കാം. ഹാ ശരി. ക്യാ ഹം ദാവത്ത് പർ ബൈഠേ, എന്താ നമുക്ക് ഭക്ഷണത്തിനിരുന്നാലോ? ആപ് ലീജിയേ മേം അപ്പന നാസ്ത സാത്ത് ലായ ഹും, താങ്കൾ കഴിച്ചാലും ഞാൻ എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ടീക്ക്, ശരി. അത്രയാണ് നമ്മൾ ഇതിലുണ്ടാക്കിയിട്ടുള്ള ആൻസർ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. അത്രയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങളെല്ലാ ക്വസ്റ്റ്യനും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ എഴുതിയെടുക്കുക. ആൻസറൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.